ഹലോ, വെൽക്കം ബാക്ക് ടു രേഷ്മ ജർമ്മൻ വൈബ്സ്. ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരൂടെ ഉണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡ് വൈശാഖ്, ഇതെൻ്റെ കുഞ്ഞ് ആദി. ഞങ്ങളിവിടെ ശരിക്കും വെതർ നല്ലതാണേ. അപ്പോൾ ഞങ്ങളെ വീട്ടിനടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്ക് കാണാൻ പോകാമെന്ന് വിചാരിച്ച് അവനെ ഈ വീഡിയോ കൂടെ എടുക്കാമെന്ന് വെച്ചാൽ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഒരു ദിവസമെങ്കിലും അവനെയും കൊണ്ട് പാർക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ കുറേ ദിവസം കൊണ്ട് പറയാം. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ രണ്ടുപേരായിട്ട് അങ്ങ് ഇറങ്ങി പാർക്കിലേക്ക് പോകാനാണ്. വെതർ നല്ലതാണല്ലോ. അല്ല, ഞാൻ ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചതാ. ശരിക്കും ഇത് ഇലയില്ലാതെ ഇങ്ങനെ പൂ മാത്രമായിട്ട് കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം അത് ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ അങ്ങ് തൊഴിഞ്ഞു പോവും. അങ്ങനെ അതെങ്ങോട്ട് പതിയെ പതിയെ ഇതിലിങ്ങനെ ഇല വന്നു തുടങ്ങി. അങ്ങനെ തറ മൊത്തം ഇങ്ങനെ അതിങ്ങനെ ഈ സ്ഥലം മൊത്തം ഇങ്ങനെയാണ്. കണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ടോ ഫുള്ള് ഓടി കാറ് എല്ലാം ഇവിടെ ഫുള്ള് ഓടി ബെൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ. മിനി കൂപ്പറൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തിരി പൈസ ഉള്ള ആൾക്കാരുടെ ഇടയിലും ഇങ്ങനെ നല്ല ലക്ഷറി ആൾക്കാരുടെ ഇടയിലൊക്കെയാണ് കൂടുതലും കാണാറ്. ഇവിടെ അങ്ങനെയല്ല. ഈ മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ സ്വിഫ്റ്റ് ഓടുന്ന പോലെയാണ് ഇവിടെ മിനി കൂപ്പർ. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള തുണികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. ആവശ്യമുള്ളവർ വന്ന് എടുത്തിട്ട് പോകും. വേഗം തറയിൽ കൊണ്ടിട്ടേക്കാണ് ഫുള്ള്. ഇതിനകത്തിട്ടിട്ട് ആൾക്കാരെടുത്തിട്ട് പോകുന്നതാണ്. ഒന്നുകൂടെ ഒരു സ്റ്റാർസ് ഫുള്ളും ചെറി ബ്ലോസം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. ഇതുവഴിയാണ് ഞങ്ങൾ പാർക്കിലോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കാണിച്ചു തരാം എന്ന്. ഈ വഴീൻ്റെ അങ്ങ് അറ്റം വരെ ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ പൂത്ത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇത് ഇവിടുത്തെ മെയിൻ റോഡാണ്. ഇവിടെ ഞങ്ങൾക്ക് ഓട്ടോബാൻ എന്ന് പറയും. ഇവിടെ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ സിഗ്നൽ കണ്ടോ, ഇത് കണ്ടോ. ഇപ്പോൾ കാൽനടക്കാർക്കും സൈക്കിളുകാർക്കും പോകാവുന്ന ഇല്ല ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലില്ല. അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് കണ്ടോ. ഞങ്ങൾക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വാർട്ടേന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതായത് വെയിറ്റ് ചെയ്യാനായിട്ട് കാണിക്കും. അങ്ങനെ നോഡ് പാർക്കിൻ്റെ എൻട്രൻസ് എത്തി. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. ഇതാണ് പാർക്ക്. പോവാ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പിള്ളേർക്ക് കളിക്കാനും പക്ഷെ നല്ലൊരു വൈബാണല്ലേ ഇങ്ങനെ വൈകുന്നേരം വന്നത് വഴി നടക്കുക. ഇപ്പോൾ ഇവിടെ സമയം 5 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല വെതറാണ്. നല്ല ചെറിയ ചൂടുണ്ട്, ചെറിയ തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥയാണ് നടക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പോണ്ട് പോലത്തെ ഒരു സംഭവമാണ്. തിരിച്ച് റിവർ അല്ല, വലിയ റിവർ ആയിട്ടല്ല. ഇതവര് ശരിക്കും ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് നല്ല ഒരു രസമുണ്ട് സംഭവം. പാർക്കിന്റെ നടുക്കൊരു സംഭവം. ഇവിടെയും അതുപോലെ തന്നെ ചെറി ബ്ലൗസും ഒക്കെ ഇങ്ങനെ പൂത്ത് നിന്നിട്ട്
ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മുടെ എപ്പോൾ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഫുള്ള് ഒരു യെല്ലോ ഓറഞ്ച് കളറിലായിരിക്കും ഫുള്ള് സ്ഥലം മൊത്തം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഫുള്ളും ഗ്രീനായി. ഇപ്പോൾ ഇതായി ഫ്രൂളിങ്സ് കഴിഞ്ഞിട്ടുണ്ട്, സമ്മർ തുടങ്ങിയില്ല. അങ്ങനെ ഫ്രൂളിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശിശിരകാലം അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഈ മരത്തിലൊക്കെ അവർ ഒന്നേന്നും അവരുടെ കൂടുകൾ കൂട്ടാനും അങ്ങനത്തെ തത്രപ്പാടിലാണ് എല്ലാവരും. ഇവിടെ ഇരിക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. ഇങ്ങനെ നമുക്കിങ്ങനെ റിവറൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്പേസ് ഇങ്ങനെ. ഇവിടുത്തെ പാർക്കിൻ്റെ ആ ഒരു വ്യൂ ആണ്, നല്ല രസമുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ എല്ലാം ഇങ്ങനെ വന്നൊക്കെ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ വരും. നല്ല പാർക്ക്. ശരിക്കും അതിനിടയ്ക്ക് ഒരു കോള് വന്നായിരുന്നു, അങ്ങനെ കുറച്ച് നേരം അതിൽ ആയിപ്പോയി. ഏകദേശം നമ്മളിപ്പോൾ നടന്ന് ഇതിൻ്റെ ഏകദേശം ഒരു ഇവിടെ ഇങ്ങനെ നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് എക്സസൈസൊക്കെ ചെയ്യാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ചെറിയൊരു സ്പേസ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നാട്ടുകാരെന്ത് പറയുന്നത്, വയ്യാത്ത പട്ടി കയ്യാലെ കയറുമെന്ന് പറയും. പശടം കയറിക്കോ. കിളികളും പക്ഷികളും താറാവും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പോകുന്നത് ഷൂട്ട് ചെയ്യാൻ. ഇവിടെ എന്നെ വിശ്രമിക്കുവാണോ? വാ നമുക്ക് പങ്കോട്ട് നടക്കാം. എങ്ങനെയുണ്ട് ജർമ്മനി? ഇഷ്ടപ്പെട്ടോ? പൊളി സ്ഥാനം, പൊളി, ഒരേ പൊളി. വെതർ എങ്ങനെയുണ്ട്? ഓ ഇപ്പൊ നമ്മള് വന്ന സമയം കൊള്ളാം, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വീടോ? വീടൊക്കെ അടിപൊളിയല്ലേ, സൂപ്പർ. ഞങ്ങള് വരുന്നതിന് മുമ്പേ അവളെല്ലാം അവിടെ സെറ്റാക്കി ഇട്ടിരുന്നു. പക്ഷെ ഇത്തിരി ഞങ്ങളൊരു ദിവസം ഹോം ടൂർ ചെയ്യാം. ഞങ്ങളുടെ വീട് അടിക്കപ്പറക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് എല്ലാം സെറ്റാക്കിയത്. ഞാൻ 1 മന്തിലോട്ട് നാട്ടിലോട്ട് പോയിരിക്കുകയല്ലായിരുന്നു. അപ്പൊ 1 മന്തിന്റെ പൊടിയും ബഹളവും ഒക്കെ എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവും. എങ്ങനെയുണ്ട് വെച്ചാട്ടാ? ഇഷ്ടപ്പെട്ടോ? വെറുതെ റെസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ കുറച്ച് പേര് ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ. ഇതാണ് ആദിക്കുട്ടൻ. പാർക്കിലെത്തി. ആദ്യക്കുട്ടനെ കളിക്കാനായിട്ട് അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞിരിക്കുക. കണ്ടോ, കുഞ്ഞു പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും കയറാം, കുഞ്ഞു പിള്ളേർക്കും കയറാം, എല്ലാവർക്കും കയറാം. അങ്ങനെ കളിക്കാനൊക്കെ പോകാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തൊക്കെയോ പറയണുണ്ട്. ചെറിയ പാർക്കാണ്, വലിയ പാർക്കല്ല, എന്നാലും അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വൈഫ് അവിടെ ഭയങ്കര റീൽസ് എടുക്കുന്ന തിരക്കിലാണ്. കയറുന്നുണ്ടോ? കുഞ്ഞു പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. ആദ്യകൂട്ടം എങ്ങനെയാണെന്ന് അറിയില്ല. അവനെന്താ പായതിൽ വെള്ളമൊക്കെ കയറി പോകുന്നുണ്ട്. കൈ പിടിച്ച് പോ, കൈ പിടിച്ച് അപ്പുറത്ത് കൈ പിടിക്കേ. ഇപ്പുറ സൈഡിൽ കാല് വെക്കേ. അങ്ങനെ അടുത്ത കയറിൽ പിടി. കേറിക്കോ.
യാ. സൂപ്പർ. ആ അവനൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? ശരിക്കും ഇത് കിഡ്സിന്റെ പാർക്കാണ്. അവനൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? പകുതി നിൽക്കുവാണ്. ഓ ഓ ഓ വീഴല്ലേ. പഠിക്കോ. ശരിക്കും ക്ഷീണിച്ച് കുറേ നേരം പാർക്കിൽ കളിച്ചു. ഇച്ചിരി തണുപ്പ് വെച്ച് തുടങ്ങി. വൈകുന്നേരം ആയില്ലേ, ഇച്ചിരി തണുപ്പ് വെച്ച് തുടങ്ങി. ഒന്ന് വീഴുന്നു, കാലൊക്കെ മുറിഞ്ഞു. അങ്ങനെ ഏതായാലും കുറേ ഔട്ടിങ് എന്തായാലും നന്നായിട്ടുണ്ട്. കുറച്ചേരം റീൽസൊക്കെ എടുത്തു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് പോകും അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.